ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു സ്മൈലി എങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബൺദോശയാണ് കേട്ടോ. ബൺദോശൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ വേറെ വീഡിയോയിലൊക്കെ കാണിച്ചിരിക്കണം. എന്നാലും ഞാനിവിടെ 1.5 കപ്പ് റവയും 3/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും 1 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. സമയമില്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. ആ ടൈമിൽ ഞാനിപ്പോൾ ഇത് ഇന്നലെ ഇതിലേക്കുള്ള ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വലിയുള്ളിയും 2 മീഡിയം സൈസിലുള്ള തക്കാളിയും എരിവിനനുസരിച്ചിട്ട് ഉണക്കമുളകും കരിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നല്ലോണം വെളിച്ചെണ്ണയിലിട്ടിട്ട് വഴറ്റിയിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചട്നി റെഡിയായി. ഇനിയിപ്പോൾ ഇത് നമുക്ക് കടുകറക്കണമെങ്കിൽ കടുകറക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ, എണ്ണയിൽ വഴറ്റിയ കാരണം ഇനിയൊന്നും കടുകറക്കണില്ല. ഇനിയിപ്പോൾ ബൺദോശ ചുട്ടെടുക്കുക. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാണ്ട് ഞാനിപ്പോൾ ഇതിവിടെ കടുകും അതുപോലെ ഉഴുന്നും ഉണക്കമുളകും ചെറിയ ജീരകം കൂടിയാണ് കേട്ടോ താളിച്ച് വെച്ചിരിക്കുന്നത്. അതിലേക്ക് വേണമെങ്കിൽ ഒരു 1/2 വലിയുള്ളിയും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും താളിച്ച് ഒഴിക്കുക. ഞാനിപ്പോൾ കടുക് ഉഴുന്ന് ചെറിയ ജീരകം ഉണക്കമുളക് ഒക്കെ 1/4 ടീസ്പൂൺ വീതമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനൊരു വെള്ളപ്പച്ചട്ടി എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുക, മൂടി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു സൈഡ് ബ്രൗൺ കളറായാൽ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. 2 സൈഡ് ഇതുപോലെ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കുക. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബൺദോശയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ നോർമലായിട്ടുള്ള ചട്നി ഉണ്ടാക്കിയിരിക്കുന്നത്, പിന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഒരു റെഡ് ചട്നി ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബൺദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടുന്നതും ഈ ഒരു ബൺദോശ തന്നെയാണ് കേട്ടോ. അങ്ങനെ മക്കളെ സ്കൂൾ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ബെഡ്റൂമിൽ നിന്ന് ഡീപ്പ് ക്ലീൻ ആയിരുന്നു കേട്ടോ. മാറാലിയും അതുപോലെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. ഉച്ചക്കുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ഇതിന് നിന്നതാണ് കേട്ടോ. പിന്നെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പോയി വന്നിട്ട് പ്ലാന്റ്സ് ഒന്നും ലിവിങ് റൂമൊക്കെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചെടുത്തു. ഇനിയിപ്പോൾ ഈ ഒരു കോർണറിലുള്ള പോട്ട് നല്ലോണം കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ട് കൊടുന്ന് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്കുള്ള പ്ലാന്റ് ഞാൻ നല്ലോണം അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലോണം നനച്ചെടുത്തിട്ട് അതും ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൽ കൊടുന്ന് വെക്കണം.
ഇപ്പോൾ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലഞ്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ്. അപ്പോൾ ഇതാ മീൻ കറി വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഉപ്പേരി ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ 2 ബീട്രൂട്ട് ചോപ്പറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതൊരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ട് ബീട്രൂട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ മീൻ കറിക്കുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേന്ന് ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കുക്കിംഗ് നല്ല ഈസി ആവട്ടോ. എല്ലാതും എടുത്തിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്താൽ മതി. ക്ലീനിങ് ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ നല്ല സുഖമാണ് ഇതുപോലെ ചെയ്ത് വെച്ചാൽ, കുറേ സമയം കിട്ടും. ഇനിയിപ്പോൾ പച്ചടിക്കുള്ള തേങ്ങ നരച്ചെടുക്കുക. ഇതിൽക്കിപ്പോൾ ഞാൻ 2 പിടി തേങ്ങ ഇട്ടെടുക്കുന്നത്. 2 ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരുന്നത്. ഇനിയിപ്പോൾ ഇതാ ഒരു 3 പച്ചമുളക് ഇട്ടെടുത്തേക്കണ്. 1/4 ടീസ്പൂണ് കുറച്ച് കടുക്, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം. ഇത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ബീട്രൂട്ടൊക്കെ നല്ലോണം വെന്ത് വന്നിക്കണം കേട്ടോ. ആ ടൈമിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിങ്ങനെ തിള വരുന്ന ടൈമിൽ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മിൽമൻ്റെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു കപ്പ് എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ തൈര് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് കടുകും ഉണക്കമുളകും കരിവേപ്പിൻ്റെയും കൂടി താളിച്ചൊഴിക്കും കൂടി ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പച്ചടിയാണ് കേട്ടോ. പിന്നെ ആ ഒരു തേങ്ങ അരക്കുമ്പോൾ ഞാൻ അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചി കൂടി പോകരുത്, ഏറ്റവും ചെറിയ പീസ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പച്ചടിയാണ്. ഇതാ മീൻ കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തുറന്ന് വെച്ചെടുത്തതാണ് കറി ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഉച്ചക്കുള്ള കറിയും ഉപ്പേരിയും ഒക്കെ ആയി. ഇനിയിപ്പോൾ മീൻ പൊരിക്കാനും കൂടി ഉണ്ട്. അപ്പോൾ ഇതാ ഇന്ന് മാന്തളായിരുന്നു കേട്ടോ. അങ്ങനെ മീൻ പൊരിച്ചതും റെഡിയായി. ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഗ്യാസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.